അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ റമദാൻ മാസത്തിൽ ഈ ഒരു ലാസ്റ്റ് 10 നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടാനുള്ള ഒരു അത്ഭുത മാർഗമാണ്. ഒരുപാട് സഹാബിമാരും അതുപോലെ ഔലിയാക്കന്മാരും അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് വിജയം കിട്ടിയ ഒരു ഇസ്ലാമിക വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അള്ളാഹു അതിനുള്ള വഴി എളുപ്പമാക്കി തരും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരുപാട് പേർക്ക് ഈ ഒരു അമല് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആ ഒരു രാവുകളിൽ, ഒറ്റയിട്ട രാവുകൾ, 21-ാം നോമ്പിൻ്റെ രാവിലെ, 23-ാം നോമ്പിൻ്റെ രാവിലെ, 25-ാം നോമ്പിൻ്റെ രാവിലെ, 27-ാം നോമ്പിൻ്റെ രാവിലെ, ഈ രാവുകളിലാണ് നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏത് രാവാണെന്ന് നമുക്ക് കറക്റ്റ് പറയാനാവില്ല. അതുകൊണ്ട് ഈ രാവുകളിലൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അമൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതിയായ ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ഒരു അമൽ ചെയ്യാൻ വേണ്ടി രാത്രിയിൽ സമയം കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങളുടെ ആഗ്രഹം നിറവേറിക്കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു രാവുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ഉറക്കൊഴിഞ്ഞ് രാത്രിയിൽ അള്ളാഹുവിനോട് അമലുകൾ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളുടെ ദുആ തട്ടിക്കളയില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ രാത്രിയിൽ ദുആ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്നത് കാണുകയും നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നത് കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അതിനു മുന്നേ, നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കണം. നിങ്ങൾ ആരോടും പിണക്കമില്ല എന്നത് ഉറപ്പുവരുത്തുക, ദേഷ്യമില്ല എന്നത് ഉറപ്പുവരുത്തുക, മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാതിരിക്കുക, എല്ലാവരോടും കൊണ്ടും പൊരുത്തപ്പെടിരിക്കുക. എന്നിട്ട് ദുആ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുക. എന്നിട്ട് ദുആ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഹാജത്ത് നിസ്കാരമാണ്. ഈ ഒരു ഹാജത്ത് നിസ്കാരം നിർവഹിക്കേണ്ട രൂപമാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് തറാവി നിസ്കാരം, വിത്ർ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിട്ട് അങ്ങനെ ആവാം, വിത്തറിന് ശേഷമാവാം, അല്ലെങ്കിൽ തഹജ്ജുദിന് ആ ഒരു സമയത്തും നിസ്കരിക്കാം. അത്രക്ക് ഫലം കിട്ടും. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിയ്യത്ത് വെച്ചിട്ട് നിർവഹിക്കുക. അതിൽ 1-ാമത്തെ റക്അത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വജ്ജഹ്തു, ഫാത്തിഹ, സൂറത്ത്, ഇതിനൊക്കെ ശേഷം നിങ്ങൾ 7 കുൽഹു അല്ലാഹു അഹദ്, 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. എന്നിട്ട് ആ ഒരു നിസ്കാരം കംപ്ലീറ്റ് ചെയ്യുക. 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യുക. കുൽഹു അല്ലാഹു അഹദ് പാരായണം ചെയ്യുക. ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരം കംപ്ലീറ്റ് ചെയ്ത് സലാം വിട്ടുക. ആ ഒരു നിസ്കാരപ്പായലിരുന്ന് ആരോടും സംസാരിക്കാതെ, ചിന്ത മനസ്സിൽ നിന്ന് വേറെ എവിടെയും പോവാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, ഈ ഒരു ദിക്ർ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഈ ദിക്ർ നിങ്ങൾ 70 തവണ ആരോടും സംസാരിക്കാതെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം തേടും പോലെ ഈ ദിക്റിൽ ലയിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് വെറും 70 തവണയാണ് ചൊല്ലേണ്ടത്. പെട്ടെന്ന് കയ്യും ചൊല്ലി തീർക്കാനും മനസ്സ് അള്ളാഹുവിൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾ ഇരുന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ തന്നെ മനസ്സും നിങ്ങൾ ആ ഒരു രീതിയിൽ കൊണ്ടുവരിക. മനസ്സ് എവിടെയും പോവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് ദുആ ചെയ്യുക. ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ അവനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും ആഗ്രഹം സാധിപ്പിച്ചു കിട്ടും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഇസ്ലാമിക ടിപ്സാണിത്. കടമുള്ളവർക്ക് കടം വീടിക്കിട്ടും, ജോലി ആവശ്യമുള്ളവർക്ക് ജോലി നിറവേറിക്കിട്ടും, ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും, ഉറപ്പാണ്. ഒറ്റയിട്ട രാവുകളിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 21-ാം രാവ് മുതൽ റമദാൻ കഴിയും വരെയും നിസ്കരിക്കാം. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.